കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വെട്ടിവെച്ച വഴിയിലൂടെയാണ് ഇന്ന് ആ ചാലിലൂടെയാണ് ഇന്ന് SITയുടെ അന്വേഷണം പോകുന്നത്. രാവിലെ കോൺഗ്രസ് തുടങ്ങി വയ്ക്കും, ഉച്ചയ്ക്ക് BJP അത് ഏറ്റെടുക്കും, വൈകുന്നേരം ചാനലുകളിലെല്ലാം അന്തിച്ചർച്ചയുടെ ആ വിഷയങ്ങൾ വരും. അത് വച്ചിട്ട് വലിയ രൂപത്തിൽ ഇതിങ്ങ് പൊലിപ്പിച്ച് കൊണ്ടുപോകുക. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്, ഇന്നാണ് അത് പുറത്തേക്ക് വരുന്നത്. എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്ന് ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ഇതേപോലെ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി വരച്ചുവെച്ച വഴിയിലൂടെയാണ്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വെട്ടിവെച്ച വഴിയിലൂടെയാണ് ഇന്ന് ആ ചാലിലൂടെയാണ് ഇന്ന് SITയുടെ അന്വേഷണം പോകുന്നത്. അതുകൊണ്ടാണ് അരുൺകുമാർ പറഞ്ഞത് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാവില്ല. ഇയാൾക്ക് എങ്ങനെ അറിയാം പ്രതിയാവില്ല എന്ന്? ഇത് ഇയാൾക്ക് മാത്രമല്ല, അരുൺകുമാറിന് മാത്രമല്ല, CPM-കാർക്ക് എല്ലാവർക്കും അറിയാം. കാരണമുണ്ട്. പ്രശാന്തിനെ വിളിപ്പിച്ചത് 1 മണിക്കൂർ നേരം ഒരു ചെറിയ കാര്യം ചോദിക്കാനാ. അതെങ്ങനെ ഇദ്ദേഹത്തിനറിയാം? ഇദ്ദേഹത്തിന് എങ്ങനെയാ അതറിയാം? എന്താ ചോദിച്ചതെന്ന് ഈ SIT വളരെ കൃത്യമായി CPM-കാരോട് ധരിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പിണറായി വിജയൻ കീറിയ നീർച്ചാലിലൂടെയാണ് ഈ SITയുടെ അന്വേഷണം ഇപ്പോൾ പോകുന്നത്. ഇല്ലെങ്കിൽ വളരെ സിമ്പിളല്ലേ, വളരെ ലോജിക്കലായിട്ടുള്ള ഒരു സിമ്പിളായ ചോദ്യം ചോദിക്കുകയാണ്. സാറ്റർഡേ ആണ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. ഈ സാറ്റർഡേ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ എന്തിനിത് രഹസ്യമാക്കി വിളിക്കണം? ഇതെന്തുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും അറിയുന്ന തരത്തിലേക്ക്, ഈ അറിയാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ അറിയുന്ന തരത്തിലേക്ക് കൊണ്ടുവരാതെ, മാധ്യമങ്ങളെ അറിയിക്കാതെ, മാധ്യമങ്ങളോട് പോലും പറയാതെ, ഈവൻ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടാതെ ഒരു രഹസ്യമായി പോകേണ്ട ആവശ്യം എന്താ? കടകംപള്ളി സുരേന്ദ്രൻ ഒരു മാന്യനാണെങ്കിൽ, പ്രശാന്ത് ഒരു കള്ളനല്ലെങ്കിൽ, എന്നെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ടാണ് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശമാണ്. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. കാരണം വളരെ കൃത്യമാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിപ്പിക്കണം. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഹൈക്കോടതി പറഞ്ഞു. നേരത്തെ ഇവിടെ CPM-ൻ്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞു, ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ SITയുടെ അന്വേഷണത്തെക്കുറിച്ച് വലിയ തൃപ്തിയൊന്നും ഹൈക്കോടതി കാണിച്ചിട്ടില്ല, ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. അത് ജാമ്യ ഹർജി കേട്ട സിംഗിൾ ബെഞ്ച് അരുൺകുമാർ പറഞ്ഞത് ദേവസ്വം ബെഞ്ചിന്റെ കാര്യം മതിയേ. ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞ അതൊക്കെ മനസ്സിലായി. ആയിക്കോട്ടെ എന്ന് ഈ ജാമ്യ ഹർജി പറയുന്ന ബെഞ്ചാണ് കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുക. ഒരാൾ ജാമ്യം കൊടുക്കുമ്പോൾ ആ ജാമ്യം എങ്ങനെ കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് വിശകലനം ചെയ്യുന്നത് റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ആ കോടതി ചോദിച്ചത്. മറ്റേ കോടതിക്ക് അത് ചോദിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ആളുകളെ മനസ്സിലാക്കാതെ, ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുക, ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന രീതിയിൽ പറയുന്നതാ. കൃത്യമായിട്ടുള്ള കളവ്, കൃത്യമായിട്ടുള്ള കള്ളത്തരം, കൃത്യമായ ഈ സ്വർണം അടിച്ചു മാറ്റിയത്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ജാമ്യം കൊടുക്കുന്ന കോടതിയാണ്. അവരാണത് വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, എന്തേ SITയിൽ അവർ അതൃപ്തി രേഖപ്പെടുത്തിയത്, എന്തേ തണുപ്പൻ മട്ട് എന്നവർ ചോദിച്ചത്. അത് ചോദിക്കാനുള്ള കടമ അവർക്കുണ്ട്. അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് തന്നെയാണ് മിസ്റ്റർ മാതൃഭൂമി അടക്കമുള്ള, അഭിലാഷ് അടക്കമുള്ള മാധ്യമങ്ങളും ചോദിക്കുന്നത്. ഇത് ഞാനൊന്ന് തീർത്തോട്ടെ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിപ്പിക്കണം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ്, വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയാണ്. നിങ്ങൾ നോക്ക്, ഒരു മണി എന്ന് പറഞ്ഞ ആളെ അന്വേഷിക്കാൻ പോയി, D മണി. ആ മണിയെ അന്വേഷിക്കാൻ പോയി, അവിടെ എത്തിയപ്പോൾ അയാൾ D മണിയല്ല MS മണിയായി. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നു. എന്നിട്ട് അയാൾക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. എന്നാൽ പിന്നെ നോട്ടീസ് നേരത്തെ അയാളെ പൊക്കി ഇവിടെ കൊണ്ടുവരണ്ടേ? നേരത്തെ നോട്ടീസ് കൊടുത്ത് ഇവിടെ വെച്ച് ചോദ്യം ചെയ്യണ്ടേ? എന്നിട്ട് ഒരു ബോധവും ഒരു ബന്ധവുമില്ലാത്ത ആളെയാണോ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? മണി എങ്ങനെ D മണി എങ്ങനെ MS മണിയായി? ആ മണിയല്ല, ഞാൻ ഈ മണിയാണെന്ന് പറയുക. അപ്പോൾ ഇതാണോ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം? ഇങ്ങനെയാണോ ഒരു അന്വേഷണം? ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അന്വേഷണം പിണറായി വിജയൻ്റെ വഴിക്കാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അഭിലാഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഒരൊറ്റ കാര്യം എന്നെ അനുവദിക്കണം. കാരണം ഇന്നത് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് സഹിക്കില്ല. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാരുണ്ടല്ലോ, ഈ പിണറായിയുടെ സർക്കാർ ഈ നാട്ടിലെ ക്ഷേത്രങ്ങളെ തകർക്കണം, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കണം, ഹിന്ദുത്വത്തെ തകർക്കണം. അതൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, സുവർണക്കുറി
സുവർണ കേരളത്തിൻ്റെ പുതിയ കുറി വന്നിരിക്കുന്നു, കേരളത്തിൻ്റെ പുതിയ ഭാഗ്യക്കുറി ടിക്കറ്റ്. നിങ്ങളൊന്ന് അഭിലാഷ് അത് കണ്ടോന്ന് എനിക്കറിയില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ലേ ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിലെ ചിത്രം. അത് സഹിക്കാൻ പറ്റൂല സാർ. ഒരു ഭാഗ്യക്കുറി ഭാഗ്യക്കുറിയുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശിവലിംഗത്തിലേക്ക് ഒരു യോനിയിൽ നിന്ന് ആർത്തവ രക്തം ഒഴിക്കുന്നതാ. എന്തിൻ്റെ കേടാണെന്ന് ഇവന്മാർക്ക് എന്തിൻ്റെ കേടാ? ആ മന്ത്രി രാജിവെക്കണ്ടേ? ഇത് ചെയ്ത സെക്രട്ടറി ആ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കണ്ടേ? ഭാഗ്യക്കുറിയുടെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കണ്ടേ? ഇവര് മാപ്പ് പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ നാട്ടിലെ ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ശിവലിംഗത്തെയും അപമാനിക്കുകയല്ലേ ഇവന്മാർ ചെയ്യുന്നത്, ഈ കള്ളന്മാർ ചെയ്യുന്നത്? ചെറ്റത്തരെന്നോ തെണ്ടിത്തരെന്നോ പറയാൻ പറ്റുന്ന തരത്തില് ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവൻ? ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവലിംഗം? ഭാഗ്യക്കുറിയിൽ എന്തിനാ യോനിയിൽ നിന്ന് രക്തമൊഴുകുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? ശരി, പറ്റാത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എങ്കിൽ ഇറങ്ങിപ്പോ പറയാം. എന്തോ ഒരു ആർട്ടാണ് ഇത്. താങ്കൾ പറയുന്ന പോലെ ശിവനും ശിവലിംഗവും രക്തവും ഒക്കെ ആണെന്ന് എനിക്കറിയില്ല. കാണുന്ന ഓരോ ആളുകൾക്കും ഓരോ തരത്തിലല്ലേ അതിന്റെ വ്യാഖ്യാനം. അത് CPM കണ്ടാ മനസ്സിലാവും. ശരി, അത് CPM വിശദീകരിക്കട്ടെ. ചിത്രം കണ്ടാ മനസ്സിലാവുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ശബരിമല ക്ഷേത്രമായാലും ശരി, ഒരു മിനിറ്റ് ഞാൻ കഴിഞ്ഞു ഒറ്റ വരിയിൽ തീർക്കാം. ശബരിമല ക്ഷേത്രമാണെങ്കിലും ശരി, ഈ നാട്ടിലെ തിരുവിതാംകൂർ ശ്രീപത്മനാഭ ക്ഷേത്രമാണെങ്കിലും ശരി, കള്ളത്തരം കൊള്ള ചെയ്യുക, സാധനങ്ങൾ അടിച്ചു മാറ്റുക, ഇത്രയും കാലം വിപ്ലവ ചിന്തയായിരുന്നു. ഇപ്പൊ ലിംഗം, യോനി, സ്വർണം, ആ സ്വർണ്ണ ചിന്ത, യോനി ചിന്തയാ ഇപ്പൊ ഈ വിപ്ലവ വായാടികളായ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. കഷ്ടമാണിത്. അതുകൊണ്ട് തന്നെയാണ് SITയുടെ അന്വേഷണം ശരിയല്ല, ശരി, ഓക്കെ, CBI അന്വേഷിക്കണം എന്ന് BJP പറഞ്ഞത്. ശരി, ശ്രീ MK ഹരിദാസ്, അതിനു മുമ്പ് ഈ ഇപ്പൊ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും മറുപടി ഉണ്ടോ ശ്രീ അരുൺകുമാർ? ഈ പറഞ്ഞതുപോലെയൊക്കെയാണോ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിലില്ല. ഞാനത് ഇപ്പോഴാണ് കേൾക്കുന്നത്. മറ്റു കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങളോട് പറയാതെ ചോദ്യം ചെയ്തു. എന്റെ ശ്രദ്ധയിലില്ല. മാധ്യമങ്ങളോട് പറയാതെ ചോദ്യം ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ചോദ്യം ചെയ്തു, മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയില്ല, അതുകൊണ്ട് വലിയ അപരാധമാണ്, അതുകൊണ്ടെല്ലാം പിണറായി കീറിയ നീർച്ചാലിലൂടെയാണ് SIT പോകുന്നത് എന്നൊക്കെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ഇവരുടെ തന്നെ ചില നേതാക്കന്മാരാണ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പ്രോപ്പറായിട്ട് രൂപത്തിൽ തന്നെയാണ് SIT പോകുന്നതെന്ന് പറയുന്നത്. ഏതായാലും കൃത്യമായിട്ടൊരു നിലപാട് വ്യക്തമാക്ക്. ഏതായാലും ഞാൻ പറയട്ടെ, എന്റെ സമയമാണല്ലോ. പിന്നെ കോടതിയാണ് ഇതെല്ലാം പരിശോധിക്കുന്നത്. ഏതെങ്കിലും ഒരു ജാമ്യാപേക്ഷ ബെയിൽ കോടതിയിൽ വന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയുടെ ഭാഗമായി പരിഗണിക്കുന്നത്. അതിൽ പ്രോസിക്യൂഷന്റെയും വാദം കേൾക്കും. ഏതെങ്കിലും തരത്തിൽ 11 ഇടക്കാല ഉത്തരവുകൾ പാസാക്കിയിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം കൊടുക്കുന്ന ബെഞ്ച്, ഈ അന്വേഷണത്തെ മോണിറ്റർ ചെയ്യുന്ന ബെഞ്ച് ഏതെങ്കിലും ഒരു വാക്ക് ഈ അന്വേഷണത്തെ കുറിച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചർച്ച നിർത്താം. ഇദ്ദേഹം ഒരു അഭിഭാഷകനാണല്ലോ, അദ്ദേഹം പറയുന്നത് ബെയിൽ കോടതിയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നതാണ്. വെറുതെ കള്ളവും നുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെതിരെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യം. അന്വേഷണം തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ പോയിന്റ്. ശ്രീ അരുൺകുമാർ, ഇവിടെ ഉന്നയിച്ചൊരു വിഷയമുണ്ടല്ലോ, പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദൈവതുല്യൻ എന്ന പരാമർശം അദ്ദേഹം അറസ്റ്റിലാവുന്നതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അതേക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ വിഭ്രാമകമായ ഉത്തരങ്ങൾ പറയാണ്. ശവന്തീനികളല്ല എന്ന് പറയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ മറുപടി പറയുന്നത്. വേട്ടനായ്ക്കളല്ല എന്ന് പറയാണ്. എന്നെ അയ്യപ്പൻ രക്ഷിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസിക നിലയിൽ നിന്ന് പറയുന്നതാണോ എന്നറിയില്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടിക്കാരനാണല്ലോ, CPM പുറത്താക്കിയിട്ടൊന്നുമില്ല, ഒരു നടപടി എടുത്തിട്ടില്ല. ഈ ദൈവതുല്യൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ പാർട്ടിക്കാരെയോ പാർട്ടിയിൽ മുകളിലുള്ള ആളുകളെയോ ഒന്നും അല്ല എന്ന് പോലും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പറയാത്തത്? ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ചർച്ചയിൽ 3 തവണ ശ്രീ അഭിലാഷ് ആവർത്തിച്ചു പറഞ്ഞു 3 CPM-കാർ പ്രതിയായി, 3 CPM-കാർ പ്രതിയായി. അതേപോലെ 3-4 കോൺഗ്രസ് നേതാക്കന്മാരും ഇതിൽ പ്രതിയായിട്ടുണ്ടല്ലോ. ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന INTUC കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള സംഘടനയാണ് എന്ന് താങ്കൾക്ക് അറിയില്ലാത്തതല്ലോ. ആരാ ഈ KS ബൈജു? ആരാ ഈ KS ജയശ്രീ? ആരാ ഈ ശ്രീകുമാർ? അപ്പോ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു 3 CPM-കാർ പ്രതിയായി. നമുക്ക് അറിയാവുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായി വന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. ശരൺകുമാർ, അത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടെ യൂണിയൻ ഒക്കെ കാണും. കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെ ഒക്കെ യൂണിയൻ എല്ലാ രംഗത്തും ഉണ്ടല്ലോ. ഇവിടെ പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള 3 പേരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞോ? ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയമാണല്ലോ. പറഞ്ഞോളൂ. അപ്പോ പൊളിറ്റിക്കലി നിങ്ങൾ ആദ്യം പറയുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോഴും
കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്ത് INTUസിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന KS ബൈജു കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതുകൊണ്ട് നിങ്ങളെല്ലാം തുടരെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് CPM-കാർ മാത്രം, ഇതിൽ മറ്റാരും പ്രതികളായി വന്ന കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ BJP ചായ്വുള്ളവരും ഒന്നും പ്രതികളല്ല എന്ന രൂപത്തിലൊരു ധ്വനി ആവർത്തിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞു പോയെ? ഞാൻ എഴുതി വെച്ചു. ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസ് ഈ ഫോറത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കി ഈ സർവീസ് സംഘടനകളിലൊക്കെ പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവരുടെ പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്വം എടുക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വെച്ച ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് നിയോഗിച്ച, അതിനെ ഭരിക്കാൻ നിയോഗിച്ച ആളുകളാണ് അഴി എണ്ണുന്നത് ജാമ്യം പോലും കിട്ടാതെ. ശ്രീ അരുൺകുമാർ, യെസ്, ഞാൻ പറയട്ടെ, താങ്കൾ ഓരോ വാക്കിനും അങ്ങനെ ഇടപെട്ട എങ്ങനെയാ? ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞേ? അന്തർദേശീയ ബന്ധമുണ്ടെങ്കിൽ എന്നാ പറഞ്ഞേ. ബന്ധമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞില്ല. ഞാൻ പ്രത്യേകം അത് ശ്രദ്ധിച്ച് ഇവിടെ എഴുതി വെച്ചു. ഇപ്പൊ BJPയുടെ പ്രതീതി പറയാണ്, ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ അന്തർദേശീയ ബന്ധമുണ്ട് എന്ന്. ഇവരെല്ലാം ഒരാളിങ്ങനെ പുട്ടിന് പീരയിടണോളം ഇടും, മറ്റേ ആൾ കൂട്ടിച്ചേർക്കും. രാവിലെ കോൺഗ്രസ് തുടങ്ങി വയ്ക്കും, ഉച്ചയ്ക്ക് BJP അത് ഏറ്റെടുക്കും, വൈകുന്നേരം ചാനലുകളിലെല്ലാം അന്തിച്ചർച്ചയായിട്ട് ആ വിഷയങ്ങൾ വരും. അത് വച്ചിട്ട് വലിയ രൂപത്തിൽ ഇതിങ്ങ് പൊലിപ്പിച്ച് കൊണ്ടുപോകുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് 2 മാനങ്ങളുണ്ട്. ഒന്ന്, സ്വർണം പൂശി നൽകാമെന്നേറ്റ് സ്പോൺസറെ പോലെ വന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയ ആള്. 2, കൃത്യമായിട്ട് സ്വർണം പൂശാൻ വിട്ടു നൽകുമ്പോൾ രേഖയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളിലും ചട്ടങ്ങളിലും പാലിക്കേണ്ട ആ ചട്ടം പാലിക്കാത്തത്. അതേപോലെ തന്നെ അവധാനതയില്ലാതെ പെരുമാറിയ കൃത്യമായിട്ടുള്ള ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ ചെയ്യേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ട് വന്നത് കൃത്യമായി സ്കൂട്ടണി നടത്താതെ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടാണ്. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. അതിൽ കോൺഗ്രസ് ബന്ധമുള്ളവരോ ഇടതുപക്ഷ ബന്ധമുള്ളവരോ BJP ബന്ധമുള്ളവരോ ആരായാലും ഇതിൽ കുറ്റം ചെയ്തവർ കൃത്യമായി ശിക്ഷിക്കപ്പെടട്ടെ, നിയമത്തിന്റെ മുന്നിൽ വരട്ടെ. ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഏറ്റവും ആദ്യം എന്താ പറഞ്ഞേ? SIT മുഴുവൻ ഗവൺമെന്റിന്റെ കീഴിലാണ്. ഇപ്പൊ BJPയുടെ പ്രതിനിധിയും പറയുന്നത് SITയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്, ആഭ്യന്തര വകുപ്പാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ട, ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നെങ്കിലും തീരുമാനിക്കുവാനുള്ള ഒരു അവധാനത അന്ന് കാണിക്കുമായിരുന്നില്ലേ? ഒരിക്കലും ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നതിന്റെ അർത്ഥമല്ലേ? ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യ്, ആരെ വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുക്ക്, തെളിവുള്ളവരെ പ്രതിയാക്ക്, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ശക്തമായ നിലപാട് ഞങ്ങൾ എടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ? ഒരു തരത്തിൽ പോലും ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന്. അത് പൂർണ്ണമായും കോടതിയുടെ സർവൈലൻസിൽ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ? ഇപ്പൊ 2 തരത്തിൽ വർത്തമാനം പറയുന്നു. ആദ്യം SIT കൊള്ളാം, പിന്നെ പറഞ്ഞു SIT പോരാ, ഇവർ പറയുന്നവരെ ഒന്നും പിടിക്കുന്നില്ല, ഇവർ പറയുന്നത് പോലെ അന്വേഷണം പോകുന്നില്ല, അപ്പൊ SIT ആകെ പ്രശ്നമാണ്. CBI വരട്ടെ, NIA വരട്ടെ, ആരും വന്നോട്ടെ. ഇപ്പൊ ഇവിടെ മറ്റൊരു പ്രതിനിധി ഇരുന്ന് പറഞ്ഞല്ലോ, കരിവണ്ണൂർ. ആരാ അന്വേഷിച്ചേ? കരിവണ്ണൂർ അന്വേഷിച്ചത് കൊണ്ടും ഫയൽ എടുത്തോണ്ട് പോയതും ED അല്ലേ? അതിന് മുമ്പ് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറഞ്ഞല്ലോ, അത് UDF-ന്റെ കാലത്ത് അവരുടെ SITയും CBI-യും എല്ലാം വന്ന് അന്വേഷിച്ചല്ലേ? ഏത് അന്വേഷണം എടുത്ത് പരിശോധിക്ക്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് അന്വേഷിച്ചത് ED-യും CBI-യും NIA-യും ആദായ നികുതി വകുപ്പും എല്ലാം ആയിരുന്നില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത്? ബിരിയാണി ചെമ്പ് അന്വേഷിച്ചതാരാ? ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിലെ സ്വർണം അന്വേഷിച്ചതാരാ? ഖുറാന്റെ ഉള്ളിൽ സ്വർണം വെച്ച് കടത്തിയത് ഇതേ പറഞ്ഞ ഗോപാലകൃഷ്ണന്റെ പാർട്ടി കൊണ്ടുവന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയല്ലേ? തെളിവിന്റെ എന്തെങ്കിലും കണിക വേണം. രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം ഉണ്ടാകും. ആ ഒരു ചർച്ചയിൽ ഒരു 10-15 മിനിറ്റ് കിട്ടിയാൽ കുറച്ച് പിണറായി വിജയനെ തെറി പറയുക, മറ്റു മന്ത്രിമാരെ ചീത്ത പറയുക, ഗോവിന്ദൻ മാഷിന്റെ കുടുംബത്തെ വരെ ചീത്ത പറയുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക, ഇത് തന്നെയാണ് ഇവരുടെ അജണ്ട. അല്ലാതെ മെറിറ്റ് ചേർന്ന് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തു, ഇന്ന കണക്ഷൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന തെളിവ് വന്നിരിക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് എന്താ ഉള്ളത്? ചോദ്യം ആരെയും ചെയ്യാം, മാധ്യമപ്രവർത്തകരെയും ചോദ്യം ചെയ്യും. ചിലപ്പോൾ ഒരു വാർത്ത സംപ്രേഷണം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സംശയം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ടാൽ തന്നെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി, മൊഴി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇവരെല്ലാം പ്രതി, അതിനെല്ലാം ഈ പാർട്ടിയാണ് ഉത്തരവാദി എന്ന് പറയുന്ന തരത്തിലേക്ക് എത്രയോ തവണ ഇവരെ ചിത്രീകരിച്ചു. ഇങ്ങനെ ഇവർ പറയുന്ന തരത്തിൽ അന്വേഷണം പോയി ഇതെല്ലാം CPM ആണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് കഴിയുമോ? തെളിവ് വേണ്ടേ? അപ്പൊ അത്തരത്തിൽ എത്ര നുണ നിങ്ങൾ പ്രചരിപ്പിച്ചാലും ആ നുണയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം വരും. ഞങ്ങൾ ഹൈക്കോടതിയിലാണ് വിശ്വാസം, ഈ അന്വേഷണ ഏജൻസിയിലാണ് വിശ്വാസം. ഏതു തരത്തിലും പോയിക്കോട്ടെ, ഏത് അന്വേഷണം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ, ഏത് ഡോക്യുമെന്റും വിളിച്ചു വരുത്തിക്കോട്ടെ, സത്യം കണ്ടെത്തിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല, ഒരു തുണ്ട് സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ആര് കുറ്റം ചെയ്താലും മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നടപടി എടുക്കട്ടെ. ആ നടപടിക്ക് പൂർണ്ണമായും ഞങ്ങൾ കൂടെ ഉണ്ടാകും.